ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 8ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായമായിട്ടുള്ള സ്ക്വയർ ഐഡൻറ്റിറ്റീസ് അതിൽ പേജ് നമ്പർ 53 ഒന്നാമത്തെ ചോദ്യം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് വെക്കാം. കാണാത്തവർ എന്ത് ചെയ്യുക, പോയി കാണാം. ഇനി നമുക്ക് പേജ് നമ്പർ 53 രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം സ്ക്രീനിൽ ഞാൻ ഷെയർ ചെയ്യാം. ചോദ്യം ഒന്ന് വായിക്കാം. ചില എണ്ണൽ സംഖ്യകളെ രണ്ട് പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി രണ്ട് തരത്തിൽ എഴുതാം. ഉദാഹരണമായി 3 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതിൽ 8ൽ തുടങ്ങുന്ന ചില ഗുണിതങ്ങളെ കൂടി പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി രണ്ട് തരത്തിൽ എഴുതുക. 24 മുതലുള്ള 8ന്റെ ഗുണിതങ്ങളെയെല്ലാം ഇങ്ങനെ രണ്ട് തരത്തിൽ എഴുതുന്ന രീതി ബീജഗണിതത്തിലൂടെ വിശദീകരിക്കുക. അതായത് ഒരു എക്സാമ്പിൾ 3 കൊടുത്തിട്ടുണ്ട്. 24നെ 7² മൈനസ് 5², ഇതൊരു രീതി. അതുപോലെ 5² മൈനസ് 1² നേടിയിട്ടുണ്ട്. അടുത്തത് 32നെ 9² മൈനസ് 7² അല്ലെങ്കിൽ 6² മൈനസ് 2² നേടിയിട്ടുണ്ട്. ഇനി 40നെ 11² മൈനസ് 9² എന്നും അതുപോലെ 7² മൈനസ് 3² എന്നും എഴുതിയിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൽ അടുത്ത രണ്ട് സംഖ്യകളെ എങ്ങനെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്? പൂർണ്ണവർഗങ്ങളുടെ സ്ക്വയറുകളുടെ വ്യത്യാസമായിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ 24, 32, 40. ഇനി 8ന്റെ ഗുണനത്തിൽ എത്ര ആയിരിക്കും എടുത്തത്? 48. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ ഒരു 2-3 കൂടിയും എഴുതി നോക്കാം പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായിട്ട്. അപ്പോൾ 48 എടുത്ത് 24, 32, 40, 48. ഇനി 48 നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഇനി എഴുതാൻ വേണ്ടിയിട്ട് 8² മൈനസ് 4² എന്ന് എഴുതാൻ വേണ്ടി പറ്റും. നമുക്ക് ഉത്തരം 48 കിട്ടണം. 8ന്റെ സ്ക്വയർ 64, 4ന്റെ സ്ക്വയർ 16. സംശയം ഒന്ന് കുറച്ച് തരാം, കാണിച്ചു തരാം. 8ന്റെ സ്ക്വയർ 64 മൈനസ് 4ന്റെ സ്ക്വയർ 16. കുറച്ച് കഴിഞ്ഞാൽ 6 കഴിഞ്ഞാൽ 7, 8, 9, 10, 11, 12, 13, 14, 8. ഇനി 5-ന്ന് 1 പോയാൽ 4. ഇനി അതുപോലെ ഒരെണ്ണം കൂടി എഴുതണം. അതിന് നമുക്കിനി 7ന്റെ സ്ക്വയർ എത്ര? 49. 49ന്ന് എത്ര കുറച്ചാലാണ് 48 കിട്ടുക? 1² ഇനി അടുത്തതായിട്ട് എഴുതാം. 48 അടുത്ത സംഖ്യ എത്രയാണ്? 56. 56നെ 9² മൈനസ് 5² 9ന്റെ സ്ക്വയർ 81, 5ന്റെ സ്ക്വയർ 25. കുറച്ചാൽ 56 കിട്ടും. ഇനി 8² മൈനസ് 2². ഇനി അടുത്ത സംഖ്യ എടുക്കുകയാണെങ്കിൽ 64. അതിനെ ഇവിടെ 8, 9. അടുത്ത നമ്പർ എത്ര എടുക്കുക? 10² മൈനസ് ഇവിടെ 4, 5. അടുത്തത് എത്ര എടുക്കുക? 6². ആദ്യത്തെ മാത്രം നമുക്കൊരു സംശയമായിട്ട് വരുള്ളൂ. ബാക്കിയൊക്കെ എന്തായാലും അതിൻ്റെ ഓർഡർ ആയിട്ടാണ് പോവുക. 8, 9, 10, 4, 5, 6 ഈക്വൽ ടു ഇനി ഇവിടെ എത്രയും 7², 8². അടുത്തത് 9² മൈനസ് 1², 2². അടുത്തത് 3². ഇങ്ങനെ 3 എക്സാമ്പിളും കൂടി നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ ചോദ്യമായിട്ട് അതിൽ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ ഇല്ല, അത് 2 ചോദ്യമായിട്ട് ഒരുമിച്ച് എഴുതിയെടുക്കുകയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് 24 മുതലുള്ള 8ന്റെ ഗുണിതങ്ങൾ. ഇതൊക്കെ 24 മുതലിന്റെ ഗുണിതങ്ങളാണ്. അതിനെ രണ്ട് രീതിയിൽ ബീജഗണിത രൂപത്തിൽ എന്ത് ചെയ്യണം? എഴുതുകയാണ് വേണ്ടത്. ഇതിലൊക്കെ രണ്ട് സംഖ്യകളുടെ സ്ക്വയറുകളുടെ വ്യത്യാസമാണ്. നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്ക്വയറുകളെ വ്യത്യാസമായി എഴുതുമ്പോൾ a² മൈനസ് b². ഈ രൂപത്തിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരിക? a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി. ഇതേ രൂപത്തിലാണ് ഈ ടേംസ് ഒക്കെ കിടക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഈ ടേംസിനെ ഇക്വേഷൻ രൂപത്തിൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ഇനി ഈ സൂത്രവാക്യം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? എഴുതി പ്രൂവ് ചെയ്യാണ് വേണ്ടത്. ഇതിൽ a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി, അതിനെ ഞാനൊരു കോൺസ്റ്റൻറ്റ് x ഏത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി, അതിന് ഞാൻ n എന്ന് എടുക്കുകയാണ്. ഇനി ഇവിടെ a മൈനസ് ബി എന്ന് പറഞ്ഞതൊരു ഘടകം, അതുപോലൊരു ഫാക്ടറാണ്. a പ്ലസ് ബി മറ്റൊരു ഫാക്ടറാണ്.
അപ്പം ഞാൻ എഴുതുകയാണ്. ഇതിനെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എ എന്ന ഒരു ടേം എടുക്കുക, അതുപോലെ ബി എന്ന ടേം എടുക്കുക. എ എന്ന ടേമിന് ഞാൻ എ മൈനസ് ബി പ്ലസ് എ പ്ലസ് ബി ബൈ 2 എന്നും, അതുപോലെ ഒന്ന് പ്ലസ് എടുത്ത് അടുത്ത മൈനസ് ആക്കിയിട്ട് ബി ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ബൈ 2 എന്നും എടുക്കുകയാണ്. ഇനി അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഇതൊക്കെ എന്താണ്, 8ൻ്റെ ഗുണിതങ്ങളായി വരുന്ന സംഖ്യകളാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ എന്നിന് പകരം 8ൻ്റെ ഗുണിതങ്ങളല്ലേ, 8ൻ്റെ ഗുണിതങ്ങളാവുമ്പോൾ 8n 8k എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതെല്ലാതും 8ൻ്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 8, മൾട്ടിപ്പിൾസ് ഓഫ് 8, 8ൻ്റെ ഗുണിതങ്ങൾ, അത് ഞാൻ 8k എന്ന് കൊടുക്കുകയാണ്. 8k എന്ന് ഉദ്ദേശിക്കുന്നത് k ഏത് നമ്പർ വേണമെങ്കിലും ആവാം. 8 × 1, 8 × 2, 8 × 3 ഏത് നമ്പർ വേണമെങ്കിലും ആവാം. അതുകൊണ്ടാണ് 8k എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ മാറ്റി എഴുതുകയാണ്. n ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതുന്നതിന് പകരം 8k ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് എഴുതി. ഇനി നമ്മളോട് 2 രീതിയിൽ ഇതിനെ ബീജഗണിതത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 8ന് നമുക്ക് 2 സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ കിട്ടണം. ഏതൊക്കെയാണ്? 2 × 4 8ആണ്. അപ്പോൾ ഞാൻ ആദ്യം എ മൈനസ് ബി, ഇത് ഫസ്റ്റ് മെത്തേഡ് ആണ് ആദ്യം പറയണത്. ഫസ്റ്റ് മെത്തേഡ് എ മൈനസ് ബി ഈക്വൽ ടു 2 എന്നെടുത്തു. ഈ 2 കൂടെ എത്ര ഗുണിച്ചാലാണ് 8 കിട്ടുക? 4. അപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു 4 ഇൻറ്റു ഒരു കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് എടുക്കുക. ഇനി അതേപോലെ സെക്കൻഡ് മെത്തേഡ് എടുക്കുമ്പോൾ ഇത് തിരിച്ചെഴുതുക. എങ്ങനെ വെച്ചാൽ എ മൈനസ് ബി ഇവിടെ 2 എടുത്തത് ആദ്യം, ഇനി എന്ത് ചെയ്യുക? 4 കൊടുക്കുക, 4. ഇനി എ പ്ലസ് ബി ഈക്വൽ ടു ഇവിടെ 4 കൊടുത്തു, അപ്പം ഇനി എന്ത് ചെയ്യുക? 2ഉം അതുപോലെ ഒരു കോൺസ്റ്റൻ്റ് കെയും കൊടുക്കുക. ഇനി ഈ ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ എന്തായിരുന്നു? എ ഈക്വൽ ടു എ മൈനസ് ബി പ്ലസ് എ പ്ലസ് ബി ബൈ 2. ഇതിൽ എ മൈനസ് ബി എത്രയാണ്? 2 ആണ്. 2 പ്ലസ് എ പ്ലസ് ബി 4k ബൈ 2 എന്ന് കൊടുത്തു. 2/2 എത്രയാണ്? 2/2 ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. ഈ 2 രണ്ടിനും ബാധകമാണ്. അപ്പോൾ 2/2 പ്ലസ് 4/2k, 2/2 2/2 1 പ്ലസ് 4/2 2k എന്ന് കിട്ടി. ഇനി അതേപോലെ എ കണ്ടുപിടിച്ച് അതുപോലെ ബിയും ഇതേപോലെ കണ്ടുപിടിക്കുക. ബി ഈക്വൽ ടു ഇക്വേഷൻ എന്തായിരുന്നു? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ബൈ 2. എ പ്ലസ് ബി എത്രയായിരുന്നു? 4k പ്ലസ് എ മൈനസ് ബി 2/2 സെപ്പറേറ്റ് ചെയ്യുക. 4k ബൈ 2 പ്ലസ് 2/2, 4ൻ്റെ പകുതി 2, 2k പ്ലസ് 1 എന്ന് കിട്ടി. നമുക്ക് ബീജഗണിത രീതിയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടിൻ്റെയും സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂ കൊടുക്കാം. അതായത് 8k ഈക്വൽ ടു 1 പ്ലസ് 2k സ്ക്വയർ മൈനസ് 1 2k, ഇവിടെ പ്ലസ് അല്ല മൈനസ് ആണ്. എങ്ങനെ മനസ്സിലാവുക? ഇക്വേഷനിൽ എ പ്ലസ് ബി ഇൻറ്റു ഇവിടെ മൈനസ് ആണ്. ഞാനിവിടെ മാറ്റിയിട്ട് എന്താ ഇട്ടിരിക്കുന്നത്? പ്ലസ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ എന്താക്കിയാൽ മതി? ഒന്നും മൈനസ് ആക്കിയാൽ മതി. അപ്പോൾ ഈ 2 ടേമുകളുടെ സ്ക്വയറുകളുടെ വ്യത്യാസം 1 പ്ലസ് 2k സ്ക്വയർ മൈനസ് 2k മൈനസ് 1 സ്ക്വയർ. ഇതാണ് 8ൻ്റെ ഗുണിതങ്ങളിൽ 2 സംഖ്യകളുടെ പൂർണ്ണസംഖ്യകളുടെ വ്യത്യാസമായി എഴുതുന്ന ഒരു രീതി. ഇനി രണ്ടാമത്തെ മെത്തേഡിൽ നമ്മൾ എ മൈനസ് ബി 4ഉം എ പ്ലസ് ബി 2kയും എടുത്ത് ഇനി എന്ത് ചെയ്യുക? എ എന്ന് പറഞ്ഞത് എന്തായിരുന്നു? എ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി പ്ലസ് എ പ്ലസ് ബി ബൈ 2. എ മൈനസ് ബിയുടെ അവിടെ എത്ര കൊടുക്കുക? 4 കൊടുക്കുക. 4 പ്ലസ് എ പ്ലസ് ബി 2k ബൈ 2. ഈ 2 രണ്ടിനും കോമൺ ആണ്. 4/2 പ്ലസ് 2k ബൈ 2, 4ൻ്റെ പകുതി 2 പ്ലസ് 2/2 1. അപ്പോൾ 1
കെ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എഴുതാം 2 + 1k. 1k എന്ന് പറയുന്നത് കെ ആണല്ലോ. അപ്പം നമുക്ക് 2 + k എന്ന് കൊടുക്കാം. ഇനി അടുത്തത് എ കഴിഞ്ഞാൽ ബി കണ്ടുപിടിക്കണം. ബി ഇങ്ങനെ കണ്ടുപിടിക്കുക. ബി എ പ്ലസ് ബി മൈനസ് എ മൈനസ് ബി ബൈ 2. എ പ്ലസ് ബി എത്രയായിരുന്നു? 2k മൈനസ് എ മൈനസ് ബി 4/2. ഇനി 2/2 എത്രയാണ്? 1k 4/2 2 2k 1k മൈനസ് 4/2 2 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്തതായിട്ട് 1k എന്ന് പറഞ്ഞാൽ k ആണ്. k -2. നമുക്ക് എയും കിട്ടി ബിയും കിട്ടി. നമ്മൾ പറഞ്ഞിരിക്കുന്നത് രണ്ട് നമ്പേഴ്സിൻ്റെ പെർഫെക്റ്റ് സ്ക്വയറുകളുടെ വ്യത്യാസമായി ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാറ്റി എഴുതാം 8k = a. ആദ്യത്തെ ടേം ഏതാണ്? a + 2k. അപ്പോൾ 2 + k സ്ക്വയർ മൈനസ് k - 2 സ്ക്വയർ. രണ്ട് സംഖ്യകളുടെ പെർഫെക്റ്റ് സ്ക്വയറുകളുടെ വ്യത്യാസമായിട്ട് 8ൻ്റെ ഗുണിതങ്ങളെ എന്ത് ചെയ്തു? നമ്മൾ ബീജഗണിത രീതിയിൽ എഴുതി. ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നും. നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. മാക്സിമം ക്ലാസ്സുകൾ കണ്ട് തന്നെ നോട്ടുകൾ തയ്യാറാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഇനി മൂന്നാം ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഒന്ന് വായിക്കാം. ചില സംഖ്യകളെ രണ്ട് പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി രണ്ട് തരത്തിൽ എഴുതിയിരിക്കുന്നത് നോക്കൂ. അതായത് 15ൻ്റെ സ്ക്വയറിനെ 8² മൈനസ് 7² എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ 4² മൈനസ് 1². 21നെ 11² മൈനസ് 10². അതുപോലെ 5² മൈനസ് 2². 35നെ 18² മൈനസ് 17². 6² മൈനസ് 1² എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം 15, 21, 35 എന്നീ സംഖ്യകളെ രണ്ട് ഘടകങ്ങളുടെ ഗുണനഫലമായിട്ട് എങ്ങനെയൊക്കെ എഴുതാൻ വേണ്ടി പറ്റുമെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ രണ്ട് സംഖ്യകൾ പൂർണ്ണവർഗങ്ങളുടെ സ്ക്വയറുകളുടെ വ്യത്യാസമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇനി രണ്ട് സംഖ്യകൾ എങ്ങനെ ഗുണിതങ്ങളായിട്ട് എങ്ങനെ എഴുതാം അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം 15നെ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന്? 5 × 3 15. അതുപോലെ 15 × 1. ഇനി 21നെ 7 × 3 21. അതുപോലെ 21 × 1 21. ഇനി 35നെ 7 × 5. അതുപോലെ 35 × 1 എന്ന് എഴുതാൻ പറ്റും. ഇതാണ് രണ്ട് സംഖ്യകളുടെ ഗുണനഫലമായി, രണ്ട് ഘടകങ്ങളുടെ ഗുണനഫലമായി എഴുതുന്ന രീതി. ഇനി രണ്ടാമത്തെ ചോദ്യം, രണ്ട് പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി രണ്ടു തരത്തിൽ എഴുതാവുന്ന ഇത്തരത്തിലുള്ള മറ്റ് രണ്ട് സംഖ്യകളെ കണ്ടുപിടിക്കുക. ഇത് ചെയ്ത് ഇതേപോലെ മറ്റ് രണ്ട് സംഖ്യകളെയും കൂടി നമുക്ക് എന്ത് ചെയ്യണം എഴുതുകയാണ് വേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള സംഖ്യ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ 63 എടുത്തു. 63നെ 8ൻ്റെ സ്ക്വയർ എത്രയാണ്? 64 മൈനസ് 1ൻ്റെ സ്ക്വയർ 64 മൈനസ് 1 63 കിട്ടും. അതുപോലെ വേറെ തരത്തിലും കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എഴുതാൻ പറ്റുമെന്ന് നമുക്ക് എന്ത് ചെയ്യണം നോക്കണം. ഇപ്പോൾ വ്യത്യാസം രണ്ട് തരത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നത്. ഇനി അടുത്തത് 32² മൈനസ് 31² എന്ന് എഴുതാൻ വേണ്ടി പറ്റും. 32ൻ്റെ സ്ക്വയർ നമുക്കൊന്ന് ഗുണിച്ച് നോക്കാം. 32 × 32 4 3 2 6 3 2 6 9 4 4 6 12 2 ബാക്കി 1 9 1 10. ഇനി 31 × 31 1 3 3 9 1 6 9 കുറച്ച് നോക്കാം. 1024 മൈനസ് 961. 4ൽ നിന്ന് 1 പോയാൽ 3. ഇവിടെ 12, ഇവിടെ 9, ഇവിടെ 0. 6 കൂടെ 6 കൂട്ടി എത്ര കിട്ടും? 12 കിട്ടും.
അപ്പോൾ നമുക്ക് അടുത്തത് 32 സ്ക്വയർ മൈനസ് 31 സ്ക്വയർ എന്ന് എഴുതാം. ഇനി വേറൊരു സംഖ്യ 45 എടുത്തു എന്ന് വിചാരിക്കുക. 45 7ൻ്റെ സ്ക്വയർ 49. 49 എത്ര പോയാലാണ് 45 കിട്ടുക? 4 ആവണമെങ്കിൽ 2ൻ്റെ സ്ക്വയർ. ഇനി അതുപോലെ വേറെ രണ്ട് സംഖ്യ എടുത്തു കഴിഞ്ഞാൽ 23 സ്ക്വയർ മൈനസ് 22 സ്ക്വയർ എന്ന് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ വേണ്ടി പറ്റും. ഇതിൽ ഇതേപോലെ നമുക്ക് വേറെയും എന്ത് ചെയ്യാം? പല സംഖ്യകളും എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത ചോദ്യം, മൂന്നാം ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതിൽ നിന്ന് കിട്ടുന്ന പൊതു തത്വം എന്താണ്? ഇതിനൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? അതായത് ഈ എഴുതിയ സംഖ്യകളൊക്കെ 15, 21, 35, നമ്മളിപ്പോൾ എഴുതിയ 63, 45 ഇതൊക്കെ എന്താണ്? ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ഒരു ഒറ്റ സംഖ്യേനെ രണ്ട് ഘടകങ്ങളുടെ ഗുണനഫലമായി എഴുതാൻ സാധിക്കുകയാണെങ്കിൽ, രണ്ട് സംഖ്യകളുടെ ഗുണനഫലമായി എഴുതാൻ സാധിക്കുകയാണെങ്കിൽ അതിനെ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം, അതേ സംഖ്യനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? രണ്ട് സംഖ്യകളുടെ പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായും എഴുതാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ ഒരു സംഖ്യനെ രണ്ട് സംഖ്യകളുടെ ഘടകങ്ങളാക്കാൻ പറ്റുകയാണെങ്കിൽ അതിനെ രണ്ട് രീതിയിൽ പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി എഴുതാം. നമുക്ക് അതിന് എഴുതി വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഒന്നും കൂടി മനസ്സിലാവും. മൂന്നാം ചോദ്യത്തിൻ്റെ ഉത്തരം, ഒരു ഒറ്റ സംഖ്യയെ രണ്ട് ഘടകങ്ങളുടെ ഗുണനഫലമായി എഴുതാൻ സാധിക്കുകയാണെങ്കിൽ അതിനെ രണ്ട് പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി എഴുതാം. ഇനി ഇതിൻ്റെ എന്ത് വേണം? ഇംഗ്ലീഷ് മീഡിയം നമുക്ക് ഒന്ന് എഴുതി നോക്കാം. numbers that can be expressed as the difference of two squares can be factored into two factors and if a number has multiple factor pairs, it can be expressed as the difference of two square in multiple ways. ഇതാണ് മൂന്നാം ചോദ്യത്തിൻ്റെ ഉത്തരം. ഇപ്പോൾ നമ്മൾ രണ്ടാം ചോദ്യത്തിൽ 63, 65, ഒന്നാം ചോദ്യത്തിൽ രണ്ട് സംഖ്യകളുടെ ഗുണനഫലമായിട്ടും രണ്ടാം സംഖ്യകളെ രണ്ട് പൂർണ്ണവർഗങ്ങളുടെ സ്ക്വയറുകളുടെ വ്യത്യാസമായിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നാലാമത്തെ ചോദ്യം, ചുവടെയുള്ള ഗുണനഫലങ്ങളെ രണ്ട് വർഗങ്ങളുടെ വ്യത്യാസമായി എഴുതി കണക്കാക്കുക. ഇതാണ് ചോദ്യം. ഞാൻ ഇംഗ്ലീഷ് മീഡിയം എന്ത് ചെയ്യാം? സ്ക്രീനിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. 78 × 22 ഗുണനഫലങ്ങളുടെ രണ്ട് വർഗങ്ങളുടെ വ്യത്യാസമായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിതിനെ രണ്ട് രീതിയിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ട് സംഖ്യകൾ കൂട്ടിയാലും അതേ സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യണം? ഇതിനെ മാറ്റാൻ വേണ്ടി പറ്റണം. ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. a + b × a - b = a² - b². അപ്പം ഞാൻ അതിനെ മാറ്റാൻ വേണ്ടി പോവുകയാണ്. 78നെ 50 + 28 എന്ന് എഴുതാം. 78നെ അതേപോലെ 22നെ
ഇതേ സംഖ്യ എന്ത് ചെയ്യണം, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 22 കിട്ടും. എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ രൂപത്തിലാണ്. അപ്പോൾ നമുക്ക് എഴുതാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 50 പ്ലസ് 28 ഇൻറ്റു 50 മൈനസ് 28 സമം 50 സ്ക്വയർ മൈനസ് 28 സ്ക്വയർ. 50ൻ്റെ സ്ക്വയർ 5 ഇൻറ്റു 5 25 20 മൈനസ് 28ൻ്റെ സ്ക്വയർ 28 ഇൻറ്റു 28 ഗുണിച്ച് നോക്കുക 786. രണ്ടും നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കഴിഞ്ഞാൽ 1716 എന്ന് കിട്ടും. ഇത് ഒരു രീതിയാണ്. വേറൊരു രീതി എങ്ങനെയാ വെച്ചാൽ നമുക്കിത് കണ്ടുപിടിക്കാൻ നമ്മൾ തൊട്ട് മുന്നത്തെ രണ്ടാമത് ചോദ്യത്തിൽ ചെയ്ത പോലത്തെ രീതി, അതായത് 78 ഇൻറ്റു 22 ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷനാണ് എ ഇൻറ്റു ബി ഈക്വൽ ടു എ പ്ലസ് ബി ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ബൈ 2 ഹോൾ സ്ക്വയർ. അതായത് രണ്ട് സംഖ്യയുടെ തമ്മിൽ കൂട്ടുക, അതിൻ്റെ പകുതി എടുക്കുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക. ഒരെണ്ണം മാത്രം ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെയ്ത് കാണിക്കാം. അതിൽ ചെയ്യുമ്പോൾ ഇത് എ ഇത് ബി ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ 78 പ്ലസ് 22/2 ഹോൾ സ്ക്വയർ മൈനസ് 78 മൈനസ് 22/2 ഹോൾ സ്ക്വയർ. ഇത് രണ്ടും നമ്മൾ ചെയ്തിട്ട് പകുതി എടുത്ത് കഴിഞ്ഞ് നമുക്ക് എത്ര കിട്ടും, 50 കിട്ടും. 72 പ്ലസ് 22 100, 100ൻ്റെ പകുതി 50 സ്ക്വയർ മൈനസ്, ഇനി അതുപോലെ 78 22 പോയി കഴിഞ്ഞാൽ നമുക്ക് 8 പോയി കഴിഞ്ഞാൽ 78 കുറയ്ക്കണം 22, 8 പോയാൽ 8 പോയി കഴിഞ്ഞാൽ 6, 7 പോയി കഴിഞ്ഞാൽ 5, 56. 56ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 28. കൂട്ടിയൊക്കെ വേണം സംശയം ഉണ്ടെങ്കിൽ 28 പ്ലസ് 28, 8 16 6, ബാക്കി 1, 2 2 4 1 5 56. നമുക്ക് 50 സ്ക്വയർ മൈനസ് 28 സ്ക്വയർ. ഇതേ സ്റ്റെപ്പ് ഇവിടെ കിട്ടും. ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, ഇതേ സ്റ്റെപ്പ് പിന്നെ ബാക്കി ചെയ്യുക. അപ്പോൾ നമുക്ക് 1716 കിട്ടും. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് എന്ത് ചെയ്താൽ മതി, ഫോളോ ചെയ്താൽ മതി. ഞാൻ ഇത് വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പോണത്. ഇനി രണ്ടാമത്തെ ചോദ്യം 301 ഇൻറ്റു 299. അപ്പോൾ നമുക്ക് എങ്ങനെ ഇടാൻ വേണ്ടി പറ്റും, 300 കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 301, 300ന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 299 കിട്ടും ഈക്വൽ ടു. അപ്പോൾ നമുക്ക് 300 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, 300ൻ്റെ സ്ക്വയർ 300ന് എളുപ്പവഴി എങ്ങനെ വെച്ചാൽ 300 ഇൻറ്റു 300 എഴുതുക. 3 ഇൻറ്റു 3 9, മൊത്തം എത്ര 0, 4 0. ഗുണിച്ച് നോക്കാണ്ട് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി 1ൻ്റെ സ്ക്വയർ 1, നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടുക 89,999 കിട്ടും. ഇത് ഈ രീതി ചെയ്ത് കഴിഞ്ഞാൽ, ഇതേ രീതി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക, ഈ ഉത്തരം തന്നെയാണ് കിട്ടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ മതി, ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഈ മെത്തേഡ് വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഇനി അടുത്ത ചോദ്യം 2 1/3 ഇൻറ്റു 1 2/3. ആദ്യം ഇതിനെ എന്ത് ചെയ്യണം, മാറ്റണം. 2 1/3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 3 6, 6 പ്ലസ് ഇവിടെ എത്ര ഉണ്ട്, 1 കൂട്ടുക ബൈ 3, 6 പ്ലസ് 1 7/3. ഇനി അതുപോലെ ഈ സംഖ്യനെ മാറ്റുക, 1 2/3, 1 ഇൻറ്റു 3 3 പ്ലസ് 2/3 അതുപോലെ എഴുതുക. 3 കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 5/3 എന്ന് കിട്ടും. ഇനി നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, ഈ രണ്ട് സംഖ്യനെയും കൂട്ടിയാലും കുറച്ച് കഴിഞ്ഞാലും ഒരേ നമ്പർ വരുന്ന രീതിയിൽ മാറ്റി എഴുതണം. അപ്പോൾ 7/3 നമുക്ക് 2 പ്ലസ് 1/3 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അതുപോലെ 5/3 ഇതേ സംഖ്യ കുറച്ച് കഴിഞ്ഞാലും നമുക്ക് എത്ര കിട്ടും, 5/3 കിട്ടും. ഇനി എന്ത് ചെയ്യുക, രണ്ടിൻ്റെയും സ്ക്വയറുകൾ എടുക്കുകയാണ് വേണ്ടത്. അതായത് 2 പ്ലസ് 1/3 ഇതേ സംഖ്യ കൂട്ടിക്കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാലും ഈ ഉത്തരങ്ങൾ കിട്ടും. ഇനി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ മൈനസ് രണ്ടാമത്തെ നമ്പറിൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ 4 മൈനസ് 1/3 സ്ക്വയർ, 1ൻ്റെ സ്ക്വയർ 1/3 സ്ക്വയർ 9. ഇനി എന്താ ചെയ്യേണ്ടത്,
ക്രോസ് ചെയ്തിട്ട് ഗുണിക്കുക. 4 × 9 4 × 9 36 മൈനസ് ഈ 1 ഇവിടേക്ക് എഴുതുക. 36 - 1/9. 36 1 പോയി കഴിഞ്ഞാൽ 35/9 എന്ന് ഉത്തരം കിട്ടും. ഇതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം 10.7 × 9.3. ഇനി 10ൽ കൂടെ 0.7 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 10.7 കിട്ടും. സംശയിക്കേണ്ട, അതേ നമ്പർ കുറച്ച് കഴിഞ്ഞ് നമുക്ക് എത്ര കിട്ടും? 9.3 കിട്ടും. ആഡ് ചെയ്യണം. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? കണ്ടുപിടിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് അതേ സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ 9.3 കിട്ടും. ഇനി എന്ത് ചെയ്യുക? a² - b². ഇത് a, ഇത് b ആണ്. അപ്പോൾ a ആവുമ്പോൾ 10² - 0.72. 10ൻ്റെ സ്ക്വയർ 100 മൈനസ് 0.72, അതായത് 0.7 × 0.7. 7 × 7 49. എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്? 2. ബാക്കിൽ നിന്ന് 2 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. 1 2 0.49. ഇനി എന്ത് ചെയ്യണം? ഇവ കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഉത്തരം കിട്ടും. 99.51 ഉത്തരം കിട്ടും. ഇതാണ് നാലാമത്തെ ചോദ്യം. ഇനി ഈ ഭാഗത്തെ അവസാന ചോദ്യത്തിലേക്ക് കടക്കാം. അഞ്ചാമത്തെ ചോദ്യം 3 പെയറുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടെത്തിയിട്ട് അതിലേതാണ് ലാർജർ എന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം 75 × 25 75 × 25 എടുത്ത് ഇതിൻ്റെ ആദ്യം ഞാൻ എന്ത് കണ്ടുപിടിക്കുക? ആവറേജ്, പകുതി കണ്ടുപിടിക്കുക. രണ്ടും തമ്മിൽ കൂട്ടിയിട്ട് പകുതി എടുക്കുക. 75 + 25/2. 75 കൂടെ 25 കൂട്ടിക്കഴിഞ്ഞാൽ 100/2. 100ൻ്റെ പകുതി 50. ഇനി നമുക്ക് 75നെ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 50 + 25 എന്ന് എഴുതാം. 75നെ 50 + 25. ഈ ആവറേജ് കൂടെ 25 കൂട്ടിക്കഴിഞ്ഞാൽ 75 കിട്ടും. അതുപോലെ ഇവിടെ ഒരു 25 ഉണ്ട്. 25ൻ്റെ കാര്യം പറഞ്ഞു. 25ൻ്റെയും പറയണം. 25ന് എങ്ങനെ കിട്ടും? ഈ 50ന്ന് 25 അതേ സംഖ്യ തമ്മിൽ കുറച്ചാലും എത്ര കിട്ടി? 25 കിട്ടി. ഇനി അടുത്തതായിട്ട് നമ്മൾ 50 + 25 × 50 - 25 a + b × a - b. ഇക്വേഷൻ എന്താണ്? a² - b². 50² - 25². 50ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. അതേപോലെ 25ൻ്റെ സ്ക്വയറും കണ്ടുപിടിക്കണം. 50ൻ്റെ സ്ക്വയർ 2500. 25ൻ്റെ സ്ക്വയർ 625. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ 1875 കിട്ടി. ഇതുപോലെ ഇതും ചെയ്ത് നോക്കുക. 76 × 24. അതിൻ്റെ ആദ്യം ആവറേജ് കാണുക. 76 + 24/2. 76ഉം 24ഉം തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 100. 100ൻ്റെ പകുതി 50. എന്താ ചെയ്യേണ്ടത്? 76 എഴുതുക. നമുക്ക് ആവറേജ് എത്ര കിട്ടുന്നത്? 50. 50 കൂടെ 26 കൂട്ടിക്കഴിഞ്ഞാൽ 76 കിട്ടും. ഇപ്പം അടുത്ത നമ്പർ എത്ര ഇടുന്നു? 24. ഇതേ സംഖ്യ 50 - 24 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 26 ചെയ്ത് കഴിഞ്ഞാൽ 24 കിട്ടും. നമ്മൾ ഇക്വേഷൻ എന്താണ്? a + b × a - b. ആദ്യം a + b, അതായത് രണ്ടും തമ്മിൽ കൂട്ടുക. 50 + 24 × a + b × a - b. 50 - 26 സമം 50² - 26². 50ൻ്റെ സ്ക്വയർ 2500 മൈനസ് 26ൻ്റെ സ്ക്വയർ 676. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ 1824 കിട്ടും. എന്ത് ചെയ്യുക? ഈ ഉത്തരങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുക. ഇതിൽ ഏതാണ് വലുത്? ഇതാണ് വലുത്. അപ്പോൾ നമുക്ക് എഴുതാം 75 × 24 ഈസ് 25 ഈസ് ലാർജർ, വലുത്. ഇക്വേഷൻ അവിടെ നിന്ന് എഴുതി വെക്കാം. ഇക്വേഷൻ എന്താണ്? a + b × a - b = a² - b².
ഇതേപോലെ 2 ചോദ്യങ്ങൾ കൂടി നമുക്ക് ചെയ്യാനുണ്ട്. ഇതിൽ നമ്മൾ ഇതുപോലെ ഏവറേജ് കണ്ടെത്താനുള്ള കാരണം നമുക്ക് 75 ഏത് സംഖ്യകൾ തമ്മിൽ കൂട്ടിയാലാണ്, അതുപോലെ ഏത് സംഖ്യകൾ അതേ സംഖ്യകൾ കുറച്ചാൽ ഏത് നമ്പർ ആയിരിക്കും എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഇതില്ലാണ്ട് നിങ്ങൾക്ക് മനസ്സിൽ ആ സംഖ്യകൾ കണ്ടെത്താൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളെ ഇക്വേഷനിൽ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അത് രീതിയൊന്നും നമുക്ക് എന്ത് ചെയ്ത് നോക്കി നോക്കാം. അത് കുറച്ചുകൂടി നമുക്ക് എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം 76 × 24. അതുപോലെ നമുക്ക് രണ്ടാമത്തെ ചോദ്യമായിരുന്നു 74 × 26. 74 × 26 ചോദ്യം നോക്കാം. ഇനി 76 24 മാറ്റാൻ വേണ്ടി പോകുക എങ്ങനെയത്, കൂട്ടിയാലും കുറച്ചാലും ഒരേ ഇതിൽ പോകണം. അപ്പോൾ 76 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 50 കൂടെ 26 കൂട്ടിക്കഴിഞ്ഞാൽ 76 കിട്ടും. അതേ സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും, 24 കിട്ടും. ഇക്വേഷൻ a + b × a - b = a² - b². എന്ത് ചെയ്യുക, രണ്ടിൻ്റെയും സ്ക്വയർ 50² - 26². 50ൻ്റെ സ്ക്വയർ 2500. ഇനി മൈനസ് 26ൻ്റെ സ്ക്വയർ 676. നമുക്കിതൊന്ന് കുറച്ച് നോക്കാം. 2500 - 676. ഇവിടെ 10 10ന്ന് 6 പോയി കഴിഞ്ഞാൽ 4, 9ന്ന് 7 പോയി കഴിഞ്ഞാൽ 2. ഇവിടെ എത്രയായിരിക്കും, 4. അടുത്ത് കഴിഞ്ഞാൽ ഇവിടെ 14, ഇവിടെ 1. 6ന്ന് 14ന്ന് 6 പോയി കഴിഞ്ഞാൽ 6 കഴിഞ്ഞാൽ 7, 8, 9, 10, 11, 12, 13, 14, 8. ഇനി ഈ 1 ഇറക്കിയിടുക. ഉത്തരം 1824 എന്ന് ഉത്തരം കിട്ടും. ഇതാണ് 76 × 24 ചെയ്താൽ കിട്ടുക. ഇനി 74 × 26 ചെയ്ത് നോക്കാം. 74 × 26 50 കൂടെ 24 കൂട്ടിക്കഴിഞ്ഞാൽ 74 കിട്ടും. അതേ സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും, 26 കിട്ടും. മാറ്റി എഴുതുക. 50² - 24². 50ൻ്റെ സ്ക്വയർ 2500 മൈനസ് 24ൻ്റെ സ്ക്വയറും ചെയ്ത് നോക്കാം. 24 × 24. 4 4 16ന് 6, ബാക്കി 1. 2 4 8 1 9. 2 4 8, 2 2 4, 6. 9 കൂടെ 8 കൂട്ടിയ 8 8 16. 16 1 17ന് 7, ബാക്കി 1. 4 1 5. 576 കിട്ടും. ഈ 2 നമ്പർ എന്ത് ചെയ്യണം, കുറയ്ക്കണം. 2500 - 576. 10ന്ന് 6 പോയാൽ 4. 9ന്ന് 7 പോയി കഴിഞ്ഞാൽ 2. ഇവിടെ 4 കടുത്ത 14, 1. 5 കഴിഞ്ഞാൽ 6, 7, 8, 9, 10, 11, 12, 13, 14. എത്രയാണ് വരിക, 9. ഇനി ഈ 1 ഇറക്കിയിടുക. 1924. ഇതിലേതാണ് വലുത്, ഈ നമ്പറാണോ ഈ നമ്പറാണോ, ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 74 × 26 ആണ് വലുത്, അല്ലെങ്കിൽ ലാർജർ. ഇനി ഇതുപോലെ ഒരു ചോദ്യം കൂടി ഉണ്ട്. മൂന്നാമത്തെ ചോദ്യം 10.6 × 9.4. 10 കൂടെ എത്ര കൂട്ടിയാലാണ് 0.6 കിട്ടുക, 10 കൂടെ 0.6. അപ്പം നമുക്ക് 10 + 0.6 × 10 - 0.6. എന്ത് ചെയ്യുക, സ്ക്വയറുകൾ 10² - 0.6². 10ൻ്റെ സ്ക്വയർ 100 മൈനസ് 0.6ൻ്റെ സ്ക്വയർ 0.6 × 0.6. 6 × 6 36. 2 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടാൽ 0.36 എന്ന് കിട്ടും. എന്ത് ചെയ്യുക, ഇവ തമ്മിൽ കുറയ്ക്കുക. 100 മൈനസ് 0.36 കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ 10. 10ന്ന് 6 പോയി കഴിഞ്ഞാൽ 4. ഇനി 9. 9ന്ന് 3 പോയി കഴിഞ്ഞാൽ 6. ഇനി ഇവിടെ എത്ര ഉണ്ടാവുക, 9. ഇവിടെയും 9. 9 9 99.9
6.4 എന്ന് ഉത്തരം കിട്ടും. ഇതിനെ 10.4 ഇൻറ്റു 9.6 10 കൂടെ 0.4 കൂട്ടിക്കഴിഞ്ഞാൽ 10.4 കിട്ടും. 10 പ്ലസ് 0.4 ഇൻറ്റു 10 മൈനസ് 0.4. ഇനി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 10 സ്ക്വയർ മൈനസ് 0.4 സ്ക്വയർ 10ൻ്റെ സ്ക്വയർ 100 മൈനസ് 0.4ൻ്റെ സ്ക്വയർ 0.4 ഇൻറ്റു 0.4 4 ഇൻറ്റു 4 16. എത്ര സ്ഥാനം കഴിഞ്ഞിട്ട പോയിന്റ് 2. ബാക്കിൽ നിന്ന് 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക 1 2 പോയിന്റ് ഒരു ഫ്രണ്ടിൽ 0 ചേർക്കുക 0.16. എന്ത് ചെയ്യണം? ഇവ രണ്ടും കുറയ്ക്കണം. 100 മൈനസ് 0.16 10 6 പോയി കഴിഞ്ഞാൽ 4 9 1 പോയി കഴിഞ്ഞാൽ 8 10 6 പോയി കഴിഞ്ഞാൽ 4. ഇനി ഇവിടെ 9 ഇറക്കിയിടുക. ഉത്തരം എത്ര? 99.84. ഇതിലേതാണ് വലുത്? 99.84 ആണോ 64 ആണോ വലുത്? 84. അപ്പോൾ ഏതായിരിക്കും വലുത്? 10.4 ഇൻറ്റു 9.6 വലുത്, ലാർജർ. ഇതാണ് ഈ ഭാഗത്ത് വരുന്ന ചോദ്യങ്ങൾ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോസ് കറക്റ്റ് കണ്ടിട്ട് വേണം നോട്ടുകൾ എന്ത് ചെയ്യാൻ തയ്യാറാക്കാൻ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.